വെറുതെ ഷോ കാണിക്കാൻ പോയി അപഹാസ്യനായി മാറിയിരിക്കുകയാണ് പതഞ്ജലി ഉടമയും യോഗ ഗുരുവുമായ ബാബ രാംദേവ്. ഡൽഹിയിലെ ഒരു സംവാദവേദിയിൽ മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകനെ ഗുസ്തി പിടിക്കാൻ വെല്ലുവിളിച്ചാണ് യോഗ ഗുരു ബാബ രാംദേവ് ശ്രദ്ധ നേടിയത്. ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനം ഭാരത് സംവാദ് എന്ന പേരിൽ നടത്തിയ ലൈവ് ഷോക്കിടെയാണ് ഈ അപ്രതീക്ഷിത സംഭവങ്ങൾ അരങ്ങേറിയത്. പരിപാടിക്കിടെ സ്റ്റേജിലുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകനായ ജയ്ദീപ് കർണിക്കിനെയാണ് രാംദേവ് തന്നോട് ഗുസ്തി പിടിക്കാൻ വേണ്ടി വെല്ലുവിളിച്ചത്. എന്നാൽ ഗുസ്തി തുടങ്ങിയപ്പോൾ തന്റെ തീരുമാനം തെറ്റാണെന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. കാണികൾക്ക് മുന്നിൽ ചില യോഗ ചുവടുകൾ കാണിച്ച് ശ്വാസം നീട്ടിവിട്ട് എന്നിട്ട് 2 തവളച്ചാട്ടമൊക്കെ ചാടി തൻ്റെ കയ്യിലെ മസിലും എടുത്തു കാട്ടിയ രാംദേവ് മാധ്യമപ്രവർത്തകന്റെ അടുത്തേക്ക് പോവുകയായിരുന്നു. തൻ്റെ ശക്തിയും കഴിവും മറ്റുള്ളവരെ കാണിക്കാനെന്നോണം രാംദേവ് മാധ്യമപ്രവർത്തകനെ ഗുസ്തി പിടിക്കാൻ വെല്ലുവിളിച്ചു. എന്നാൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച ജയദീപിനെ കാലിൽ കുടുക്കിട്ട് നിലത്തേക്ക് മറിച്ചിടാൻ രാംദേവ് ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ജയദീപ് അവിടെയും മെയ്വഴക്കത്തോടെ കൃത്യമായി ഒഴിഞ്ഞു മാറി. അതോടെ വാശികേറിയ രാംദേവ് വീണ്ടും അദ്ദേഹത്തെ പിടിച്ച് നിലത്തേക്ക് തള്ളിയിട്ടെങ്കിലും ജയ്ദീപ് രാംദേവിനെയും പിടിച്ച് അവിടെ തന്നെ മലർത്തിയടിക്കുകയായിരുന്നു. അതോടെ പണി പാളിയെന്ന് മനസ്സിലായ രാംദേവ് എഴുന്നേക്കാൻ നോക്കിയെങ്കിലും മാധ്യമപ്രവർത്തകൻ വീണ്ടും പിടിച്ച് തള്ളിയിടുന്നത് ആ വീഡിയോയിൽ നമുക്ക് കാണാം. ഒടുവിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞ രാംദേവ് എഴുന്നേൽക്കുകയും ചിരിച്ചുകൊണ്ട് മൈക്ക് കയ്യിലെടുത്ത് ജയ്ദീപിനെ വിജയിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഫയൽവാൻ ജയിച്ചെ എന്ന് പഞ്ചാബി ഹൗസിൽ കൊച്ചിൻ ഹനീഫ പറയുന്നത് പോലെയുള്ള ഒരു സ്റ്റൈലിൽ തന്നെ. ഈ ഗുസ്തിക്ക് വിളിച്ച മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിയായ ജയ്ദീപ് കർണിക് ഒരു ഗുസ്തി കുടുംബത്തിൽ നിന്നുള്ള ആളാണെന്ന് രാംദേവിന് അറിയില്ലായിരുന്നു. ജയ്ദീപിന്റെ അച്ഛൻ സുഭാഷ് കർണിക് ഒരു ഗുസ്തിക്കാരനും എഴുത്തുകാരനുമായിരുന്നു. മുത്തച്ഛനായ രംഗനാഥ് കർണിക് അക്കാലത്തെ ഇതിഹാസ ഗുസ്തിക്കാരനായി അറിയപ്പെട്ടിരുന്ന ആളുമാണ്. എന്നാൽ ഇതൊന്നും അറിയാതെയാണ് ജയ്ദീപിനെ രാംദേവ് ഗുസ്തിക്കായി വിളിച്ചതും ഒടുവിൽ പരാജയപ്പെട്ടത്. സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോയുടെ താഴെ നിരവധി പേരാണ് രാംദേവിനെ പരിഹസിച്ചും മാധ്യമപ്രവർത്തകനെ പുകഴ്ത്തിയും കമന്റ് ചെയ്യുന്നത്. മാധ്യമപ്രവർത്തകനെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താമെന്ന് രാംദേവ് കരുതിയതായും എന്നാൽ ഒടുവിൽ സ്വയം പരിഹാസ്യനായെന്നും ചിലർ പറയുന്നു. എന്നാൽ ഈ പ്രായത്തിലും ബാബ രാംദേവിന്റെ ഫിറ്റ്നസ് അപാരമാണ് എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. എളുപ്പത്തിൽ ജയിക്കാമെന്ന് കരുതിയ ബാബയ്ക്ക് കിട്ടിയ 8ന്റെ പണിയാണ് ഇതെന്നാണ് മറ്റു ചിലർ പറയുന്നത്. ബാബ രാംദേവിന് ഇത് ആദ്യത്തെ അനുഭവമൊന്നുമല്ല. മുമ്പും സുശീൽ കുമാർ ഉൾപ്പെടെയുള്ള ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളുമായി രാംദേവ് ഗുസ്തി പിടിച്ചിട്ടുണ്ട്. ശാരീരിക ക്ഷമതയ്ക്കും സ്റ്റാമിനയ്ക്കും ഗുസ്തി ഒരു മികച്ച വ്യായാമമാണെന്നാണ് രാംദേവ് പറയുന്നത്. എന്നാൽ മാധ്യമ ശ്രദ്ധ നേടാൻ വേണ്ടി രാംദേവ് കണ്ട ഒരു എളുപ്പവഴിയാണ് ഈ ഗുസ്തിയെന്നും അത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായി മാറിയെന്നുമാണ് കൂടുതൽ ആളുകളും പറയുന്നത്. എന്തായാലും ഈ ലൈവ് ഗുസ്തി പിടുത്തത്തിന്റെ 18 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്.